രാത്രി ലൈവില് ശ്രീധുവും അർജുനും നിന്ന് സംസാരിക്കുന്നുണ്ട്. അവര് ഗാർഡൻ ഏരിയയിൽ നിന്നാണ് സംസാരിക്കുന്നത്. അവിടെ സംസാര വിഷയം എന്ന് പറയുന്നത് ജാസ്മിന്റെ കാര്യമാണ്. അവിടെ ശ്രീധുവിനെ ജാസ്മിനുമായിട്ട് അർജുൻ സംസാരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അവിടെ ജാസ്മിനുമായിട്ട് സംസാരിക്കുന്ന ആ രീതിയെ ഇപ്പൊ അവിടെ പറയുന്നത് ശ്രീധു പുതിയൊരു കോംബോ ഉണ്ടാക്കിയില്ലേ എന്നാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ കോംബോ എന്ന് നിന്നെ വിളിക്കുന്നുള്ളൂ എന്നാണ് അർജുന്റെ അടുത്ത് പറയുന്നത്. അത്രയ്ക്കും കലിപ്പിലാണ് ശ്രീധു അവിടെ ജാസ്മിനും അർജുനും തമ്മിൽ സംസാരിച്ച് നടക്കുന്നത്. നീ പറഞ്ഞതൊക്കെ ശരി, നിങ്ങളൊരു ടീമിലൊക്കെ ആയിരിക്കാം, പക്ഷെ നിങ്ങൾ രണ്ടുപേരുമാണ് കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അർജുന്റെ അടുത്ത്. അപ്പൊ അർജുൻ പറയുന്നുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്കായിരുന്നു, അവളവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, അപ്പൊ എന്റെ അടുത്തേക്ക് വരുന്നു, സംസാരിക്കുന്നു, അത്രയേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ചളി പറയുന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. പിന്നെ നീ എൻ്റെ അടുത്ത് മിണ്ടാൻ വരുന്നില്ല, അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുമ്പോൾ ശ്രീധുവിന് അങ്ങ് കലിപ്പിളകുന്നുണ്ട്. അപ്പൊ ഞാൻ മിണ്ടിയില്ല, ഞാനില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഇതില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ പോക്ക് പോകുന്നുണ്ട് ശ്രീധു. ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും അർജുൻ അവിടെ ശ്രീധുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, ബെഡിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്, അവിടെ ചെന്ന് സംസാരിച്ച് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീധു ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചൊറിഞ്ഞ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അർജുന്റെ അടുത്ത്. അപ്പൊ അർജുൻ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ വെറുപ്പിക്കണമെന്ന് നിനക്ക് വല്ല ഡിപ്ലോമ എടുത്തിട്ടുണ്ട് നീ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അർജുൻ അടുത്ത് നിന്നിട്ട്. ഞാൻ ഇതെടുത്ത് അടിക്കുന്നു പറഞ്ഞപ്പോൾ നീ അടിക്കില്ല എന്ന് എനിക്ക് അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീധു ആ താമര ബെഡിലേക്ക് എടുക്കാണ്. അർജുൻ അവിടെ അപ്പുറത്ത് പോയി നിന്നിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അർജുൻ്റെ കയ്യിൽ നിന്ന് സത്യമൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അതായത് അർജുൻ ഫേക്ക് ആണോ എന്നുള്ളൊരു ചിന്ത അവിടെ ശ്രീധുവിന്റെ മനസ്സിലുണ്ട്. അപ്പോൾ നിനക്ക് ഗെയിം പ്ലാൻ ഉണ്ടോ, നിന്റെ ഇനിയത്തെ ഗെയിം പ്ലാൻ എന്താണെന്നുള്ള രീതിയിൽ അവിടെ ശ്രീധു ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് എൻ്റെ അമ്മ സത്യം ഇട്ടിട്ടാണ് അവിടെ അർജുൻ മറുപടി പറയുന്നത്. അല്ലാതെ അവിടെ ശ്രീധുവിനെ വിശ്വസിക്കാനായിട്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടായിരിക്കും. എൻ്റെ അമ്മ സത്യം, ഞാൻ നിന്നെ, അതായത് ശ്രീധുവിനെ ഔട്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊരു തോന്നലും ശ്രീധുവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അവിടെ അമ്മ സത്യം ഒക്കെ ഇട്ട് അവിടെ സത്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുൻ. സത്യത്തിൽ ഇവർക്കിടയിലെ മെയിൻ വിഷയം എന്ന് പറയുന്നത് അവിടെ മമ്മി ഒന്ന് പറഞ്ഞതിന് ശേഷം അവിടെ ശ്രീധുവിലുണ്ടായ സംശയങ്ങളാണ് പ്രധാന വിഷയം. ആ സംശയങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ജാസ്മിനും അർജുനും തമ്മിലുള്ള ആ ഒരു ഇന്റിമസി അവിടെ കാണുന്നത്. അപ്പോൾ പുതിയൊരു കോംബോ ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് കളിയാക്കിക്കൊണ്ട് ദേഷ്യപ്പെട്ടും ശ്രീധു നടക്കുന്നത്.